2005 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്രാൻഡ് പ്രീസ് എവർ ആയിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓവർടേക്സ് നടന്ന ഒരു GP ആയിരുന്നു അത്. സോ 2005 മൈക്കിൾ ഷൂമേക്കർ, ഫെർണാണ്ടോ അലോൺസോ, ഫിസിക്കല, കിമി റൈക്കണൻ, മാർക്ക് വെബർ പോലുള്ള ലെജൻഡറി ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്ന വർഷമാണ്. ആ ടൈമിലത്തെ കാറുകൾക്ക് ഇന്നത്തെ പോലെ ഹാലോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഭയങ്കര ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാറായിരുന്നു, അതേപോലെ അൺസേഫും ആയിട്ടുള്ള കാറായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ മഴ പെയ്തു ക്വാളിഫയിങ്ങിൻ്റെ സമയത്ത്. എന്നിട്ട് ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് എല്ലാം പുറയിലാണ് ക്വാളിഫൈ ആയത്. കിമി റൈക്കണൻ 17th പ്ലേസിലും അലോൺസോ 16th പ്ലേസിലുമാണ് ക്വാളിഫൈ ചെയ്തത്. മൈക്കിൾ ഷൂമേക്കർ 14th പ്ലേസിലാണ് ക്വാളിഫൈ ആയത്. സോ സൺഡേ റേസിന് വന്നപ്പോഴത്തേന് ട്രാക്ക് ഡ്രൈ ആയി. അപ്പം ഗ്രിപ്പ് കിട്ടത്തില്ല, കാരണം മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ. റേസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നടന്നത് ഹിസ്റ്ററിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റേസസ് ഫോർ ഓവർടേക്സ് ആയിരുന്നു. കിമി റൈക്കണൻ 17th പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിൽ ഫിനിഷ് ചെയ്തു. ഫെർണാണ്ടോ അലോൺസോ 16th പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3rd ഫിനിഷ് ചെയ്തു. ഈ ഗ്രാൻഡ് പ്രീ ആയിരുന്നു ഏറ്റവും മികച്ച ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ. പിന്നെ ഇതേ GPയിലായിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഓവർടേക്സ് ഇൻ F1. അതായത് ഫെർണാണ്ടോ അലോൺസോ ഒരു 10 വരുവാണ്, മൈക്കിൾ ഷൂമേക്കർ ഫ്രണ്ടിലുണ്ട്. ബ്രേക്ക് ചവിട്ടാതെ ഫുൾ ത്രോട്ടിലിൽ മൈക്കിൾ ഷൂമേക്കറിനെ ഓവർടേക്ക് ചെയ്ത് പോയി.